നിൻമുഖ കാന്തിയിൻ മ്ലാനത നീക്കും, നിൻമുഖ കാന്തിയിൻ മ്ലാനത നീക്കും, നിൻ മധുരാമൃത വചനം ഖിന്നതയാകവെ പോക്കും, നിൻ മധുരാമൃത വചനം ഖിന്നതയാകവെ പോക്കും. മഹിമയിടും പരമേശ പാഹി മാമേശു മഹേശ, മഹിമയിടും പരമേശ പാഹി മാമേശു മഹേശ. അന്തിക്രിസ്തുവിന്റെ വരവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന വളരെ പ്രാധാന്യത അർഹിക്കുന്ന ഒരു ചാപ്റ്ററാണ് ദാനിയേലിന്റെ പുസ്തകം 9-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യം. അവൻ ഒരു ആഴ്ചവട്ടത്തേക്ക് പലരോടും നിയമത്തെ കഠിനമാക്കും. ഈ ഷാൽ മേക്ക് എ കവനന്റ് വിത്ത് മെനി ഫോർ 1 വീക്ക്. ആഴ്ചവട്ടത്തിന്റെ മധ്യേ അവൻ ഹനനയാകവും ഭോജനയാവും നിർത്തലാക്കും. നമുക്ക് യാതൊരു തർക്കവുമില്ലാതെ അറിയാം, അന്തിക്രിസ്തുവിന്റെ ഭരണകാലത്ത് ലോകരാജ്യങ്ങളിൽ പല രാജ്യങ്ങളോടും അന്തിക്രിസ്തു ഒരു ഉടമ്പടി ഉണ്ടാക്കുന്നു, എ കവനന്റ്. വേദപുസ്തകത്തിൽ എത്രയോ വർഷം മുമ്പ് അത് പ്രവചിച്ചിരിക്കുകയാണ്. ഒരു വാക്യം കൂടെ, വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 1-ാമത്തെ വാക്യം. അപ്പോൾ 10 കൊമ്പും 7 തലയും, കൊമ്പുകളിൽ 10 രാജമുടിയും, തലയിൽ ദൂഷണം ഉള്ള ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. ബാക്കി ഞാൻ വായിക്കുന്നില്ല. അന്തിക്രിസ്തുവിന്റെ ഭരണകാലത്ത്, മറ്റു വിധത്തിൽ പറഞ്ഞാൽ ഉൽപ്രാമണം കഴിഞ്ഞ് ഈ ലോകം മഹോപദ്രവ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ലോക രാഷ്ട്രീയത്തിലെ ഔന്നത്യത്തിൽ നിൽക്കുന്ന വ്യക്തിയാണ്, അവന്റെ രാജ്യമാണ് അന്തിക്രിസ്തുവിന്റെ ഭരണവും രാഷ്ട്രീയഗോളത്തിൽ അന്തിക്രിസ്തുവും. അതുകൊണ്ടാണ് ഇന്ന് ലോകത്തിൽ പല രാജ്യങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് റഷ്യ, അമേരിക്ക മുതലായ രാജ്യങ്ങൾ. ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം ആരാണെന്ന് ചോദിച്ചാൽ അമേരിക്കയാണ്. വളരെ സാമ്പത്തിക ശേഷിയുള്ള, മിലിറ്ററി വൈസിലും ലോകത്തിലെ ഏറ്റവും പവർഫുൾ കൺട്രി എന്ന് പറയുന്നത് അമേരിക്കയാണ്. ഒരു വിധത്തിൽ പറഞ്ഞാൽ അമേരിക്ക ആണ് ലോക രാഷ്ട്രീയത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇന്നൊരു ലോക മണ്ഡലത്തിൽ, രാഷ്ട്രീയ മണ്ഡലത്തിൽ അതിപ്രധാനമായ ഒരു സമാധാന ഉടമ്പടി ഉണ്ടാക്കുവാൻ അമേരിക്കയുടെ കരം കാണുന്നില്ല. എന്നാൽ അന്തിക്രിസ്തു അല്ലെങ്കിൽ പുരാതന റോമൻ സാമ്രാജ്യത്തിന്റെ നവോത്ഥാനം കഴിഞ്ഞ് വരുമ്പോൾ അവരായിരിക്കും ലോകത്തിലെ ലീഡർഷിപ്പില് എന്നുള്ളത് വചനം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അമേരിക്കയുടെ സ്ഥിതിയോ, നമ്മള് ദൈവമക്കളാണ്. നമ്മളോട് കർത്താവ് പറഞ്ഞു വാച്ച് ആൻഡ് പ്രേ. കർത്താവ് പറഞ്ഞു നിങ്ങള് വളരെ ശ്രദ്ധിക്കണം, നിങ്ങള് കാര്യങ്ങളെ വിലയിരുത്തിക്കൊള്ളാനായിട്ട് പറഞ്ഞു. ആ വിധത്തിൽ ഞാൻ അമേരിക്ക എന്നുള്ള രാജ്യത്തെക്കുറിച്ച് കുറേയേറെ ഇരുന്ന് ശ്രദ്ധിപ്പാനും പഠിക്കാനും വചനത്തിന്റെ വെളിച്ചത്തിൽ അപഗ്രഥിപ്പാനായിട്ടും ഇടയായി തീർന്നത്, നമ്മൾ ഓർത്തതുപോലെ ഈ അധർമ്മത്തിന്റെ മർമ്മം വ്യാപരിക്കുന്നത് നമ്മുടെ കൺമുമ്പിൽ കാണുവാനും വിലയിരുത്തുവാനും കഴിയുന്നതിനുള്ള ബന്ധത്തിൽ അമേരിക്കയ്ക്ക് സംഭവിക്കുന്നത് നമുക്ക് വിലയിരുത്താനായിട്ട് കഴിയും. ദൈവമക്കൾക്കല്ലാതെ ഒരു മനുഷ്യനും ഇത് മനസ്സിലാക്കില്ല എന്നുള്ളത് ഞാൻ പ്രത്യേകം ഓർപ്പിക്കട്ടെ. ഈ വിഷയം ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഓർപ്പിക്കട്ടെ, അമേരിക്ക രാഷ്ട്രീയ മണ്ഡലത്തിൽ മുൻപന്തിയിൽ നിന്ന് പുറകോട്ട് പോകുന്നത് വചനത്തിൽ കാണിക്കുന്നു. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഇത്രയും വലിയൊരു രാജ്യത്തെക്കുറിച്ച് എന്താ പ്രവചനം ബൈബിളിൽ ഇല്ലാത്തത്? നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. ചെറിയ രാജ്യങ്ങളായ സൗദി അറേബ്യ, ജോർഡാന്, ഇസ്രയേല്, ആ പശ്ചിമേഷ്യയിലുള്ള രാജ്യങ്ങളിൽ അനേക രാജ്യങ്ങളെ കുറിച്ച് പ്രവചനങ്ങൾ വ്യക്തമായി എടുത്ത് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ റഷ്യയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, യൂറോപ്യൻ രാജ്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്,
കിഴക്കൻ രാജ്യങ്ങളായ ഇന്ത്യ, ചൈന മുതലായ രാജ്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇത്രയും പ്രവചനങ്ങൾ ബൈബിളിൽ അന്ത്യകാല സംഭവങ്ങളുള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ ഗോളത്തിൽ സംഭവിക്കുന്ന പ്രവചനങ്ങൾ പറഞ്ഞപ്പോൾ അമേരിക്ക എന്ന് പറയുന്ന ഇത്ര വലിയ രാജ്യത്തെ കുറിച്ച് എന്താണ് വേദപുസ്തകത്തിൽ പ്രവചനമില്ലാത്തത്? ദൈവമക്കളായ നമ്മൾ ഇതൊന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ വായിച്ച 2 വേദഭാഗങ്ങളിലും അന്തിക്രിസ്തു ഒരു പ്രൊമിനന്റ് വ്യക്തിയായിട്ട് തീരുന്നത് കാണുന്നു. അതുകൊണ്ടാണ് അവൻ ഉടമ്പടി ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ വേൾഡിലെ പീസിന് വേണ്ടി ഒരു സമാധാനം അവൻ ഉണ്ടാക്കുന്നത്. മറ്റൊരു വാക്യം കൂടെ ഞാനൊന്ന് ചൂണ്ടിക്കാണിച്ചോട്ടെ. എസെക്കിയേൽ പ്രവചനം 38-ാം അധ്യായം. ഞാനൊന്ന് പറഞ്ഞു പോകാനാണ് ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ. ഞാൻ ഓർപ്പിച്ചു, ഞാനൊരു പ്രത്യേക വിധത്തിൽ ഈ വിഷയം ഇരുന്ന് പഠിക്കാനായിട്ടും ശ്രദ്ധിക്കാനായിട്ടും ഇടയാക്കി മാറ്റി. എസെക്കിയേൽ 38-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ നമുക്കറിയാം, എസെക്കിയേൽ 38-39 അധ്യായത്തിൽ റഷ്യയോട് കൂടെയുള്ള രാജ്യങ്ങളും ഇസ്രയേലിനെ ആക്രമിക്കുന്നതാണ് സംഭവം. ആ ആക്രമണ സമയം നോക്കുക, ലോക രാഷ്ട്രീയത്തിലെ ചില രാജ്യങ്ങൾ ഈ ആക്രമണത്തെ എതിർക്കുന്നത് കാണിക്കുന്നുണ്ട്. ആ എതിർക്കുന്നവരുടെ കൂട്ടത്തിൽ പറഞ്ഞ രാജ്യങ്ങളുടെ പേര് നോക്കിയാട്ടെ: ശെബയും ദെദനും തർശീസ് വർത്തകന്മാരും അതിലെ സകല ബാലസിംഹങ്ങളും നിന്നോട് നീ കൊള്ളയിടുവാനോ വന്നത് കവർച്ചയും വെള്ളിയും പൊന്നും എടുത്തുകൊണ്ടു പോകുവാനും കന്നുകാലികളെയും ധനത്തെയും അപഹരിപ്പാനും ഏറ്റവും വലിയ കൊള്ള നടത്തുവാനും ആകുന്നുവോ നീ നിന്റെ സമൂഹം കൂടിയിരിക്കുന്നത് എന്ന് പറയും. ഇവിടെ ഒരു വാക്ക് ഞാൻ അടർത്തിയെടുക്കുകയാണ്. ശെബയും ദെദനും, ഞാൻ നേരത്തെ ആ ഭാഗം എടുത്തിട്ടുണ്ട്. ഇത് സുന്നി രാജ്യങ്ങളാണെന്ന് തിരുവചനത്തിലൂടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്, പഠിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാല് ഇവിടെ ഒരു കാര്യം നോക്കട്ടെ, തർശീസ് വർത്തകന്മാരും അതിലെ സകല ബാലസിംഹങ്ങളും. പരിശുദ്ധാത്മാവ് ഒരു വാക്കുപോലും അവിചാരമായിട്ട് ഉപയോഗിക്കത്തില്ല. തർശീസ് വർത്തകന്മാര് വളരെ സംശയമില്ലാതെ നമുക്കറിയാം ബ്രിട്ടീഷുകാരാണ്, യൂറോപ്യൻസ് ആണ്. അതിൻ്റെ ഒരു പഠനം എടുക്കണമെങ്കിൽ വേറെ ഒരു ദിവസം നമുക്ക് എടുക്കാം. എന്നാൽ യാതൊരു തർക്കവുമില്ലാതെ നമുക്കറിയാം, ബാരിറ്റാനിയ എന്ന് പറഞ്ഞാൽ ടിൻ മെർച്ചൻസ്. ലോകത്തിൽ ടിന്നും ഇരുമ്പും ഒക്കെ കച്ചവടം ചെയ്ത ആളുകളായി ഇവര്. ആരാണ് ഇവര്? ബ്രിട്ടീഷുകാരാണ്. ബ്രിട്ടനിലായിരുന്നു ടിൻ മൈൻസ് ഉണ്ടായിരുന്നത്. ഈ ടിൻ മൈൻസ് അടച്ചതിനെ കുറിച്ചൊക്കെ ഈ അടുത്ത സമയത്തുണ്ടായ വാർത്തകളുണ്ടായി. ഈ ടിൻ മൈൻസ് ലോകത്തിൽ അന്ന് ആവശ്യമായ ടിൻ ഉൽപ്പാദിപ്പിച്ച് ഇരുമ്പും ടിന്നുമൊക്കെ കച്ചവടം ചെയ്ത ആളുകളാണ് ഈ നമ്മളിപ്പോൾ വായിച്ചതുപോലെ തർശീസ് വർത്തകന്മാർ. ഞാൻ വേണേ ഒരു വാക്യം കൂടെ ഒന്ന് ചൂണ്ടിക്കാണിച്ചേക്കാം. നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചില്ലേ ടയറിനെ കുറിച്ച്, സോറിനെ കുറിച്ച്? ആ ഭാഗം ഒന്ന് നോക്കിയാട്ടെ. എസെക്കിയേൽ 27 12-ാം വാക്യം. എസെക്കിയേൽ 27:12. തർശീസ് സകലവിധ സമ്പത്തിന്റെയും പെരുപ്പ നിമിത്തം നിന്റെ വ്യാപാരിയായി തീർന്നു. വെള്ളി, ഇരുമ്പ്, വെളുത്തീയം, കാരിയം എന്നിവയും നിന്റെ ചരക്കിന് പകരം തന്നു. അപ്പൊ തർശീസ് എന്ന് പറയുന്ന ബ്രിട്ടീഷുകാർ ചെയ്ത വ്യാപാരം എന്താണെന്ന് നോക്കിയാട്ടെ. അവര് ടിൻ മൈൻസ് അല്ലെങ്കിൽ കാരിയം, ടിന്ന്, ഇരുമ്പ് ഇങ്ങനെയുള്ള വസ്തുക്കളാണ് വ്യാപാരം ചെയ്തത്. ചരിത്രത്തിലേക്ക് ഇറങ്ങിയാൽ അറിയാം, അവരുടെ കപ്പലുകളാണ് ലോകത്തിൽ ടിന്നും ഇരുമ്പും ഇങ്ങനെയുള്ള വസ്തുക്കൾ കച്ചവടം ചെയ്തത്. ഇവിടെ എസെക്കിയേൽ പ്രവചനത്തിൽ നമ്മൾ വായിച്ചത് തർശീസ് വർത്തകന്മാർ, മെർച്ചൻസ് ഓഫ് ടർശീഷ്. ഞാൻ ആ വാക്യം ഇംഗ്ലീഷിലൊന്ന് എടുത്തോട്ടെ. ഓരോ വാക്കുകളും അതിന്റെ കുനിപ്പും ഒക്കെ നമ്മൾ അപഗ്രഥിപ്പാൻ കടംപെട്ടവരാ. കാരണം സ്വർഗത്തിൽ സ്ഥിരമാക്കപ്പെട്ടതാണ്. എസെക്കിയേൽ 38:13 വാക്യം. The merchants of Tarshish and all the young lions. The merchants of Tarshish. അവിടെ വളരെ തർക്കരഹിതമായി മെർച്ചൻസ് ഓഫ് ടർശീഷ് എന്നാണ്. ടർശീഷ് വർത്തകന്മാർ അല്ലെങ്കിൽ വ്യാപാരികൾ. നമ്മൾ കണ്ടു, എസെക്കിയേൽ 27 കണ്ടു.
അവര് വ്യാപാരം ചെയ്ത ടിന്നാണ്. ടിൻ മെർച്ചൻസിനാണ് ഈ ഈ ഈ ബാരിറ്റാനിയ എന്ന വാക്കിൽ അല്ലെങ്കിൽ ബ്രിട്ടൻ എന്ന വാക്കിൽ അറിയപ്പെട്ട വ്യക്തികൾ. പക്ഷെ ഇവിടെ എനിക്ക് പറയാനുള്ള വസ്തുത എന്താന്ന് ചോദിച്ചാൽ, ഈ യൂറോപ്യൻ രാജ്യങ്ങളുടെ പുറകിലാണ് അതിന്റെ ബാലസിംഹങ്ങൾ. നമ്മൾ ഇന്ന് രാഷ്ട്രീയ സംഗതികൾ പറയുകയാണെങ്കിൽ അമേരിക്കയും ബ്രിട്ടനും എന്നേ പറയത്തുള്ളൂ. അമേരിക്കയും ബ്രിട്ടനും, അല്ലെങ്കിൽ അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും. എന്നാൽ ഈ കാലയളവിൽ വരുമ്പോൾ ഇത് തിരികെയാണ്. മുൻപന്തിയിൽ നിൽക്കുന്ന ബ്രിട്ടനാണ്, അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളും. അതിന്റെ പുറകിലാണ് ബാലസിംഹങ്ങൾ വരുന്നത്. ബ്രിട്ടനിൽ നിന്ന് കുടിയേറിയവരുടെ ബാലസിംഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബാലസിംഹം അമേരിക്കയാണ്. അമേരിക്ക, കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, ഈ രാജ്യങ്ങൾ എവിടെ നിന്നുണ്ടായതാണ്? യൂറോപ്പിൽ നിന്ന് കുടിയേറിയിട്ടുണ്ടായതാണ്. യൂറോപ്യൻ ഇമിഗ്രൻസ് ആണ് ഈ രാജ്യങ്ങൾ ഉണ്ടാക്കിയത്. അമേരിക്ക ആരുണ്ടാക്കിയത്? 17-ാം നൂറ്റാണ്ടില് 37 ദശലക്ഷം ആളുകളാണ് വിശ്വാസത്തിന് വേണ്ടി അങ്ങോട്ട് കുടിയേറിയത്. പ്യൂരിറ്റൻസ്, ക്യോക്കേഴ്സ് എന്ന് പറയും, പ്യൂരിറ്റൻസ്. അവര് കുടിയേറിയുണ്ടായി. അപ്പൊ എനിക്ക് പറയാനുള്ളത് എന്താന്ന് ചോദിച്ചാൽ, അമേരിക്ക ദൈവത്തിന്റെ പർപ്പസിൽ അല്ലെങ്കിൽ ഉദ്ദേശത്തിൽ നമുക്ക് അല്പസമയം ഒന്ന് ധ്യാനിച്ചിട്ട് ഈ വിഷയത്തിൽ നോക്കാം. കാരണം അന്തിക്രിസ്തുവിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഇത് പഠിക്കാൻ വളരെ നമ്മൾ കടമ്പെട്ടവരാണ്. കാരണം ലോകത്തിൽ ഇന്ന് മുൻപന്തിയിൽ നിൽക്കുന്ന അമേരിക്കയ്ക്ക് എന്ത് പറ്റുമെന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി നമ്മൾ ഓർക്കുക, രാജ്യങ്ങളൊന്നും അവിചാരിതമായിട്ടുണ്ടായതല്ല. ഞാൻ 1-2 വാക്യം ഒന്ന് ചൂണ്ടിക്കാണിച്ചോട്ടെ. ആവർത്തന പുസ്തകം 32-ാം അധ്യായം എടുക്കുക. ഡ്യൂട്ടോണമി ചാപ്റ്റർ 32. ആവർത്തന പുസ്തകം 32-ാം അധ്യായം, അതിന്റെ 8-ാമത്തെ വാക്യം. ഡ്യൂട്ടോണമി 32:8. മഹോന്നതൻ ജാതികൾക്ക് അവകാശ വിഭാഗിക്കുകയും മനുഷ്യപുത്രന്മാരെ വേർതിരിക്കുകയും ചെയ്തപ്പോൾ അവൻ ഇസ്രായേൽ മക്കളുടെ എണ്ണത്തിന് തക്കവണ്ണം ജാതികളെ അതിർത്തികളെ നിശ്ചയിച്ചു. ആ വാക്യം നിങ്ങൾ ഇംഗ്ലീഷ് ബൈബിളൊന്ന് വായിച്ചു നോക്കുകയും, ഞാനും ഇംഗ്ലീഷ് ബൈബിളൊന്ന് വായിക്കാം. നമുക്ക് കുറച്ചുകൂടെ ആശയനിബിഡമായി നമുക്ക് തോന്നുന്നത്. 32:8. When the Most High divided their inheritance to the nations. അപ്പൊ രാഷ്ട്രങ്ങൾക്ക് അവരുടെ അവകാശങ്ങളെ നിശ്ചയിക്കുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്. He set the boundaries of the people according to the number of the children of Israel. For the Lord's portion is his people and Jacob is the place of his inheritance. ഇവിടെ ഒരു കാര്യം വ്യക്തമാണ്. The Most High divided the inheritance of the nations. രാഷ്ട്രങ്ങളുടെ അതിരുകളെ നിശ്ചയിക്കുന്നത് ദൈവമാണ്. He sets the boundaries of the people. ലോകരാജ്യങ്ങളുടെ അതിരുകളെ നിശ്ചയിക്കുന്നത് ദൈവമാണ്. ഞാനത് കുറച്ചുകൂടെ തെളിയിച്ചു തരാം. എന്നാൽ പുതിയ നിയമത്തിൽ ഒരു വാക്യം വായിക്കാം. അപ്പോസ്തലപ്രവൃത്തി 17-ാം അധ്യായം എന്നെടുത്താട്ടെ. ആക്ട്സ് ചാപ്റ്റർ 17. അപ്പോസ്തലപ്രവൃത്തി 17-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യം നോക്കട്ടെ. And he made from one blood every nation of men to dwell on the face of the earth, and he has determined their pre-appointed times and the boundaries of their dwellings. ആ വാക്യം വളരെ സൂക്ഷിച്ച് നിങ്ങൾ ഒന്ന് അണ്ടർലൈൻ ചെയ്തു കൊള്ളുക. ഇവിടെ കുറച്ചുകൂടെ പ്രകാശപൂരിതമാണ്. എന്താണ്? The Lord is the one who determined their pre-appointed times and the boundaries of their dwellings. അവരുടെ അതിരുകളുടെ അതിർത്തികൾ നിശ്ചയിച്ചതും അവർ ലോകരാജ്യങ്ങളിൽ കാണപ്പെടേണ്ട സമയങ്ങൾ നിശ്ചയിച്ചത് ആരാ? ദൈവമാണ്. He has determined their pre-appointed times. It is the Lord who determined the pre-appointed times and the boundaries of their dwellings. ദാനിയേലിന്റെ പുസ്തകം 7-ാം അധ്യായം, ദാനിയേലിന്റെ പുസ്തകം 2-ാം അധ്യായം ഇത് പഠിപ്പിക്കുന്നു. കാരണം ലോക സാമ്രാജ്യങ്ങൾ ഉത്ഭവിക്കുന്നതിന് മുമ്പ് ബാബിലോൺ സാമ്രാജ്യം ഉടലെടുക്കുമെന്നും ബാബിലോണിന്റെ ശേഷം മേദിപാർഷ്യനും വരുമെന്നും അതിന്റെ ശേഷം ഗ്രീക്ക് സാമ്രാജ്യം വരുമെന്നും അതിന്റെ ശേഷം ബലമേറിയ റോമൻ സാമ്രാജ്യം വരുമെന്നും ആരാ വെളിപ്പെടുത്തിയത്? സ്വർഗത്തിലെ ദൈവമാ വെളിപ്പെടുത്തിയത്. എത്ര കാലം അവർ ഭരിച്ചു?
ബാബിലോൺ 68 വർഷം ഭരിച്ചു. മേദപാർഷ്യ 208 വർഷം ഭരിച്ചു. ഗ്രീക്ക് സാമ്രാജ്യം 180 വർഷം നിലനിന്നു. റോമൻ സാമ്രാജ്യം ഏതാണ്ട് 326 വർഷം ഭരിച്ചു. He is the one who has determined their pre-appointed times and their dwellings. അവരുടെ അതിരുകളും സമയങ്ങളൊക്കെ നിശ്ചയിച്ചത് ദൈവമാണ്. രാജ്യങ്ങളുടെ അന്ന് ആ കാര്യങ്ങൾ നിശ്ചയിച്ചെങ്കിൽ ഇന്ന് ആരാ നിശ്ചയിക്കുന്നത്? സ്വർഗത്തിലെ ദൈവമാണ് നിശ്ചയിക്കുന്നത്. മറ്റൊരു വാക്യം നോക്കിയാട്ടെ, ദാനിയേലിന്റെ പുസ്തകം തന്നെ 2-ാം അധ്യായം നോക്കിയാട്ടെ, അതിന്റെ 45-ാമത്തെ വാക്യം. ദാനിയേലിന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 45-ാമത്തെ വാക്യം. ഇംഗ്ലീഷ് ഇങ്ങനെയാ വായിക്കുന്നത്: The great God has made known to the king what will come to pass after this. The dream is certain and the interpretation is sure. ഇനി വരാനുള്ളത് സ്വർഗത്തിലെ ദൈവം രാജാവിന് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. നെബൂഖദ്നേസർ രാജാവിന്. The Lord has determined the pre-appointed times and the dwellings. അത് ദൈവം മുമ്പ് കൂട്ടി ബാബിലോൺ രാജാവായ നെബൂഖദ്നേസറിനെ മനസ്സിലാക്കി കൊടുത്തു. ഈ കാര്യം ഇങ്ങനെ ആയിരിക്കുമ്പോൾ ഞാൻ 1-2 കാര്യം കൂടെ ഒന്ന് ചൂണ്ടിക്കാണിച്ചോട്ടെ. ദാനിയേലിന്റെ പുസ്തകം തന്നെ 4-ാം അധ്യായം ഒന്ന് നോക്കിയാട്ടെ, അതിന്റെ 17-ാമത്തെ വാക്യം. ദാനിയേലിന്റെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം. അറിയാവുന്ന വാക്യമാണെങ്കിൽ നമുക്കൊന്നുകൂടെ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ നോക്കാം. അത്യുന്നതനായവൻ മനുഷ്യരുടെ രാജ്യത്തിന്മേൽ വാഴുന്നു. The Lord is the one who rules over the kingdoms of the world. അതിനെ തനിച്ച് ബോധിച്ചവന് കൊടുക്കുന്നു. മനുഷ്യൻ അധമനായവനെ അതിന്മേൽ വാഴിക്കുന്നു. അപ്പൊ ഭരണകർത്താക്കളെ വാഴിക്കുന്നതും ദൈവത്തിന് ഇഷ്ടമുള്ള ഭരണകർത്താക്കൾക്ക് കൊടുക്കുന്നതൊക്കെ ദൈവമാണ്. കാരണം അത്യുന്നതൻ മനുഷ്യരുടെ രാജ്യത്തിന്മേൽ വാഴുകയാണ്. റോമലേഖനം 13:1 ആ വാക്യം നമുക്കൊന്ന് വായിച്ചേക്കാം. റോമലേഖനം 13:1 അവിടെ പൗലോസ് വളരെ വ്യക്തമായി തീർത്തു പറയുന്നുണ്ട്, ഏത് മനുഷ്യന് ശ്രേഷ്ഠാധികാര കീഴടങ്ങണം. കാരണം പറയുന്നു, ദൈവത്താൽ അല്ലാതെ ഒരധികാരവുമില്ല. ഉള്ള അധികാരങ്ങൾ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു. ദൈവത്താൽ അല്ലാതെ ഒരധികാരവുമില്ല. ഉള്ള അധികാരങ്ങൾ ആരാൽ നിയമിക്കപ്പെട്ടിരിക്കുകയാണ്? ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ ഇതുവരെയുള്ള പഠനത്തിലൂടെ ഒരു കാര്യം നമുക്ക് മനസ്സിലാകുന്നു, സ്വർഗത്തിലെ ദൈവം രാജ്യങ്ങളുടെ കാലയളവും രാജ്യങ്ങളുടെ അതിരുകളും ഒക്കെ നിശ്ചയിക്കുകയാണ്. അത്യുന്നതൻ മനുഷ്യരുടെ രാജ്യത്തിന്മേൽ വാഴുകയാണ്. ഈ വിധത്തിൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഈ വാക്യങ്ങൾ നമ്മൾ പരിശോധിച്ചത് എന്തിനാണെന്ന് ചോദിച്ചാൽ, അമേരിക്ക എന്ന് പറയുന്ന ഒരു രാജ്യം പുതിയ രാജ്യമാണ്. ഇപ്പോൾ ചൈന എന്ന് പറയുന്ന പോലെയോ ഇന്ത്യ എന്ന് പറയുന്ന പോലെയോ ഒരു രാജ്യമല്ലായിരുന്നു അമേരിക്ക. എന്താ അങ്ങനെ പറയുന്നത്? അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ആരാ അവിടെ താമസിച്ചത്? റെഡ് ഇന്ത്യൻസാ താമസിച്ചത്. ഞാൻ അമേരിക്കയെ പലപ്പോൾ സന്ദർശിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ അവിടെ ഒരു റെഡ് ഇന്ത്യക്കാരനെ കാണാൻ നോക്കിയിട്ട് ഒരുത്തനെയും കാണാനില്ല. എവിടെ പോയ റെഡ് ഇന്ത്യൻസ്? ഇപ്പൊ ആരാ അവിടെ താമസിക്കുന്നേ? നമ്മൾ പറയും സായിപ്പന്മാരാന്ന് പറയും. ഈ സായിപ്പന്മാരോട് വന്നേ? ഈ റെഡ് ഇന്ത്യൻസ് താമസിച്ചിരുന്ന അമേരിക്കയിലെ ഈ സായിപ്പന്മാരോട് വന്നത്. നോക്കുക, അമേരിക്ക എന്ന് പറയുന്ന ഒരു ഭൂഖണ്ഡം കണ്ടുപിടിക്കുന്നത് 1492 കൊളംബസ് അമേരിക്ക കണ്ടുപിടിക്കുന്നത് 1492 1492 കണ്ടുപിടിച്ചെങ്കിലും 17-ാം നൂറ്റാണ്ടിലാണ് അവിടോട്ട് യൂറോപ്പിൽ നിന്ന് ബ്രിട്ടനിൽ നിന്ന് ഇമിഗ്രേഷൻ ഉണ്ടാകുന്നത്. നമ്മള് അമേരിക്കയുടെ ആ ഭൂപടം എടുത്തു വെച്ചിട്ട് നോക്കിയാൽ അമേരിക്കയുടെ ന്യൂയോർക്ക് മുതലായ സ്ഥലങ്ങളുണ്ടല്ലോ, ഈസ്റ്റേൺ പാർട്ട്, കിഴക്കേ ഭാഗം, അമേരിക്കയുടെ ഈസ്റ്റേൺ പാർട്ടില് ബ്രിട്ടീഷുകാര് 13 കോളനികൾ സ്ഥാപിച്ചു. അവിടെ 13 കോളനികൾ സ്ഥാപിച്ചു. ആ 13 കോളനികളിൽ വന്ന് പാർത്ത ആരാന്നറിയാമോ? ബൈബിള് കയ്യിൽ പിടിച്ചുകൊണ്ട് ആളുകൾ വരികയാണ്. മതസ്വാതന്ത്ര്യത്തിനു വേണ്ടി, ആരാധനാ സ്വാതന്ത്ര്യത്തിനു വേണ്ടി, സ്വസ്ഥമായി ജീവിക്കാൻ വേണ്ടി അവിടെ കടന്നു വന്നവരുടെ പേരാണ് പ്യൂരിറ്റൻസ് ഓർ ക്യോക്കസ്. ക്യോക്കസ് എന്ന് പറഞ്ഞാൽ
വിറപ്പിക്കുന്നവര് എന്ന് പറഞ്ഞാൽ അവര് പ്രസംഗിച്ച് വിറപ്പിച്ച് കളയ ആളുകളെ. അതുകൊണ്ട് അവരെ കോക്കേഴ്സ് എന്ന് വിളിച്ചു. കോക്കേഴ്സും പ്യൂരിറ്റൻസ് എന്നൊക്കെ അവരെ വിളിച്ചു. വളരെ വിശുദ്ധിക്ക് ഊന്നൽ കൊടുത്ത് ബൈബിളിന് പ്രാധാന്യത കൊടുത്ത് പ്രോട്ടസ്റ്റന്റ്സ് ആളുകളാണ് ഈ അമേരിക്കയുടെ ഈസ്റ്റേൺ പാർട്ടിൽ ന്യൂയോർക്ക് മുതലായ സ്ഥലങ്ങളിൽ 13 കോളനികൾ വന്ന് സ്ഥാപിച്ചു. ഈ കോളനികൾ സ്ഥാപിച്ച സമയത്ത് തന്നെയാണ് ഫ്രഞ്ചുകാർ വന്ന് കാനഡയിൽ കയറി. ഫ്രഞ്ച് കോളനി കാനഡയിൽ സ്ഥാപിച്ചു. അവർ അമേരിക്കയുടെ ഒഹായോ, മിസിസിപ്പി സ്ഥലങ്ങളൊക്കെ അവര് കണ്ടുപിടിച്ച് അവര് ന്യൂ ഓർലീൻസ് എന്ന് പറയുന്ന അമേരിക്കയുടെ സ്ഥലവും ഫ്രഞ്ചുകാരുടെ കോളനിയായിരുന്നു. അപ്പൊ ഓർക്കണം, അമേരിക്കയുടെ കിഴക്ക് ഈ പടിഞ്ഞാറേ ഭാഗത്ത് മാത്രം, ഈസ്റ്റേൺ പാർട്ടിൽ മാത്രമേ ഉള്ളൂ പ്യൂരിറ്റൻസ് അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റന്റ്സുകാര്. കാനഡയിൽ കത്തോലിക്കരായ ഫ്രഞ്ചുകാർ വന്നു. അവിടെ നിന്ന് അവര് ന്യൂ ഓർലീൻസ്, ഒഹായോ, മിസിസിപ്പി മുതലായ അമേരിക്കൻ സ്ഥലങ്ങള് കയറി പിടിച്ചു. അമേരിക്കയിൽ ഇന്ന് ഒരു സ്ഥലമുണ്ടല്ലോ, ലൂസിയാന. ലൂസിയാന എന്ന് പറയുന്ന സ്ഥലം ഫ്രഞ്ച് രാജാവായ കിങ് ലൂയിസിന്റെ പേരിലുള്ളതാണ്. ആ കിങ് ലൂയിസിന്റെ പേരിലുള്ളതാണ് ലൂസിയാന. ലൂസിയാന സ്റ്റേറ്റ് എന്ന് പറയുന്ന അമേരിക്കയുടെ സംസ്ഥാനം. അത് ഫ്രഞ്ച് കോളനി ആയിരുന്നു. അത് കത്തോലിക്കരായിരുന്നു. ഇനി ഇവിടെ കൊണ്ട് തീർന്നില്ല. അവര് ഇവിടെ നമ്മൾ നോക്കിയാട്ടെ, ഇവിടെ കാണുന്ന 13 കോളനികളായിരുന്നു. നമ്മൾ ഇവിടെ കണ്ടതുപോലെ സൗത്ത് കരോളിന, വെർജീനിയ, പെൻസിൽവേനിയ, ന്യൂയോർക്ക്, ഇങ്ങനെ 13 കോളനികൾ ഇവിടെ അവര് സ്ഥാപിച്ചു. പ്രോട്ടസ്റ്റന്റുകാർ ഇവിടെ സ്ഥാപിച്ചു. കാനഡയിൽ ഫ്രഞ്ചുകാർ വന്നു. അവിടെ നിന്ന് അവര് താഴോട്ടിറങ്ങി. ഇനി ഇവിടെ കൊണ്ട് തീർന്നില്ല. ഇതിന്റെ അടുക്ക കിടക്കുന്ന മെക്സിക്കോ, സ്പാനിഷുകാര് മെക്സിക്കോ ഭാഗത്തോട്ട് മൂവ് ചെയ്തു. ഇനി നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഇവരെല്ലാം ആരാന്നറിയാമോ? ഇവരെല്ലാം കത്തോലിക്കരാണ്. ഈ 13 കോളനികൾ ഒഴിച്ച് ബാക്കി മുഴുവൻ കാത്തലിക്സ് ആയിരുന്നു. ഈ 13 കോളനികൾ ഒഴിച്ച് ബാക്കി മുഴുവൻ കാത്തലിക്സ് ആയിരുന്നു. പക്ഷെങ്കിൽ അത്യുന്നതനായ ദൈവത്തിന്റെ കരം അവിടെ ഉണ്ടെന്നുള്ളതിന്റെ തെളിവ് എന്താണെന്നറിയാമോ? ഈ 13 കോളനികളിൽ ഉണ്ടായിരുന്ന പ്രൊട്ടസ്റ്റന്റ്സുകാരുടെ കരങ്ങളിൽ അമേരിക്ക മുഴുവൻ ആയിത്തീരാനായിട്ടും അമേരിക്ക ഒരു പ്രൊട്ടസ്റ്റന്റ് രാജ്യമാക്കി മാറ്റുകയാണ്. അമേരിക്ക ഒരു പ്രൊട്ടസ്റ്റന്റ് രാജ്യമായി. നമുക്കതിന്റെ ചരിത്രം വളരെ രസമാണ്. അതായത് ആദ്യം ഈ ബ്രിട്ടീഷുകാരാണ് 13 ബ്രിട്ടീഷ് കോളനികളെ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്. നമുക്കറിയാം, ആദ്യം വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഉണ്ടായി. ഈ 13 കോളനികൾ സ്വാതന്ത്ര്യമായി. അമേരിക്കൻ സ്വാതന്ത്ര്യ യുദ്ധം അതാണ്. ബ്രിട്ടീഷ് കൺട്രോളിൽ നിന്ന് അവർ സ്വതന്ത്രമായി. അമേരിക്കയുടെ എംബ്രിയോണിക് സ്റ്റേറ്റുകളാണിത്. അവര് നോക്കുക, അവരിൽ നിന്നാണ് പിന്നെ ഈ നെപ്പോളിയൻ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലൂസിയാന ഒന്നും നെപ്പോളിയന് പിടിച്ചുകൊണ്ടിരിക്കാൻ നിവൃത്തിയില്ല. കാരണം ഫ്രഞ്ചുകാര് പരാജയപ്പെടുകയാണ് ബ്രിട്ടീഷ് നേവിയുടെ മുന്നിൽ. അവസാനം നെപ്പോളിയൻ ലൂസിയാന അമേരിക്കക്കാർക്ക് വിൽക്കുകയാണ് $15 മില്യൺ. എന്തിനു പറയുന്നു? മെക്സിക്കോ ഇവര് യുദ്ധം ചെയ്ത് പിടിച്ചതിന്റെ ഫലമായി അവസാനം മെക്സിക്കോ സ്വതന്ത്രമായപ്പോൾ കാലിഫോർണിയയും ഒക്കെ വിട്ടുകൊടുത്തു അമേരിക്കക്ക്. ചുരുക്കി പറയാം, അമേരിക്ക അങ്ങനെ ഒരു പ്രൊട്ടസ്റ്റന്റ് രാജ്യമായി. ഈ ഈസ്റ്റേൺ പാർട്ടിൽ കിടന്ന 13 ഈ പ്രൊട്ടസ്റ്റന്റ് ജനങ്ങളുടെ കീഴിൽ ഇൻഡിപെൻഡന്റ് ആയി തീർന്ന ആ രാജ്യങ്ങൾ ഈ അമേരിക്ക മുഴുവൻ പ്രൊട്ടസ്റ്റന്റ് ഭരണത്തിന്റെ കീഴിലാകുവാനിടയായി മാറി. അതിന്റെ പിറകിൽ ജോർജ് വാഷിംഗ്ടൺ, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ, അബ്രഹാം ലിങ്കൺ മുതലായ വളരെ പ്രസിദ്ധന്മാരായ ആളുകൾ അവിടെയുണ്ട്. ഇന്ന് ലോകത്തിൽ ഏക പ്രൊട്ടസ്റ്റന്റ് രാജ്യം അമേരിക്കയാണ്. ദൈവം അവരെ അങ്ങോട്ട് അനുഗ്രഹിച്ചു. എന്തിനാ ഈ അമേരിക്കക്കാരെ ദൈവം ഉണ്ടാക്കിയത്? നമ്മൾ വീണ്ടും ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ നമുക്കറിയാം, ദൈവം പ്രവർത്തിക്കുന്നതിന്റെ ഫലമായി നോക്കുക, ഇസ്രായേൽ മടങ്ങി വരാൻ സമയമായപ്പോൾ ദൈവം ചെയ്തത് എന്താണെന്നറിയാമോ? ഈ തുർക്കികളുടെ സാമ്രാജ്യത്തെ അവിടെ തകർത്ത് ബ്രിട്ടീഷുകാരുടെ കീഴിൽ കൊണ്ടുവന്നു ആ പ്രദേശം. തീർന്നില്ലേ?
വളരെ കുറച്ച് ഇസ്രയേലികളാണ് അവിടോട്ട് കുടിയേറിയത്. എന്നാൽ ദൈവം എന്ത് ചെയ്തു? ജർമ്മനിയെ ഉപയോഗിച്ചു. രണ്ടാം ലോകയുദ്ധകാലത്ത് ഈ യഹൂദന്മാരെ ഓടിക്കുകയായിരുന്നു. അപ്പൊ നോക്കുക, ബ്രിട്ടീഷുകാരെ കൊണ്ട് അവരുടെ രാജ്യം ദൈവം സ്വതന്ത്രമാക്കി, ജർമ്മനിയെ കൊണ്ട് ആളുകളെ അങ്ങോട്ട് ഓടിപ്പിച്ചു. അങ്ങനെ സെക്കൻഡ് വേൾഡ് വാർ കഴിയുമ്പോൾ 6.25 ലക്ഷം ജനങ്ങൾ അവിടെ വന്ന് വീഴുകയാണ്. യഹൂദന്മാർ അവിടെ കുടിയേറി. ഈ 6.25 ലക്ഷം യഹൂദന്മാർ അവിടെ കുടിയേറിയപ്പോൾ ഏതാണ്ട് 100 മില്യൺ അറബികളുടെ മധ്യത്തിലാണ് അവർ ഒന്നിച്ചിവരെ കൊന്നുകളയാനായിട്ട് ശ്രമിച്ചു. ഇത് ഞാൻ വായിച്ചപ്പോൾ, ഇത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുമ്പോൾ, പുറപ്പാട് ദിവസം 1-ാം അധ്യായം എടുത്താട്ടെ, ആ സംഭവമായി ഇവിടെ സംഭവിച്ചിരിക്കുന്നു. പുറപ്പാട് ദിവസം 1-ാം അധ്യായം അതിന്റെ 16-17 വാക്യം നോക്കിയാട്ടെ. എബ്രായ സ്ത്രീകളുടെ അടുക്കൽ നിങ്ങൾ കർമ്മത്തിന് ചെന്ന് പ്രസവ ശയ്യയിൽ അവരെ കാണുമ്പോൾ കുട്ടി ആണാകുന്നുവെങ്കിൽ നിങ്ങൾ അതിനെ കൊല്ലണം, പെണ്ണാകുന്നുവെങ്കിൽ ജീവനോടിരിക്കട്ടെ എന്ന് പറയണം. സൂതികർമ്മികളോ ദൈവത്തെ ഭയപ്പെട്ടു, മിസ്രയീം രാജാവ് തങ്ങളോട് കൽപ്പിച്ച പോലെ ചെയ്യാതെ ആൺകുഞ്ഞുങ്ങളെ ജീവനോടെ രക്ഷിച്ചു. സൂതികർമ്മിണികളെ ദൈവം അനുഗ്രഹിക്കുകയാണ്. രാജാവ് കൽപ്പിച്ചു ആൺകുട്ടികളെ കൊന്നുകളയണം. പക്ഷെ ഇവര് ദൈവത്തെ ഭയപ്പെട്ട് ഈ ആൺകുട്ടികളെ കൊല്ലുന്നില്ല. ദൈവം അവരെ അതുകൊണ്ട് അനുഗ്രഹിക്കുന്നു. ഞാൻ പറയട്ടെ, ഏതാണ്ട് ഇത് തന്നെയാണ് സംഭവിച്ചത്. ഇസ്രായേൽ 6.25 ലക്ഷം യഹൂദന്മാർ, വെറും 6.25 ലക്ഷം, 1 മില്യൺ ഇല്ല, 10 ലക്ഷം ഇല്ല, 6.25 ലക്ഷം ജനങ്ങളെ ഉള്ളൂ. വൃദ്ധന്മാരും വൃദ്ധമാരും കുഞ്ഞുങ്ങളും എല്ലാം കൂടെ കൂടി 6.25 ലക്ഷം ജനങ്ങളെ ഉള്ളൂ യഹൂദന്മാർ. അവർ പിറന്നു വീഴുന്നത് ഏതാണ്ട് 100 മില്യൺ അറബികളുടെ മധ്യത്തിലാണ്, 23 അറബികളുടെ മധ്യത്തിലാണ്. അവരുടെ ബദ്ധ വൈരാഗികളാണ്. ബ്രിട്ടീഷുകാരും ഇവർക്കെതിരാണ്. കത്തോലിക്കർ യഹൂദനെതിരാണ്. അവർ പലസ്തീൻ കോസിന് വേണ്ടി നിൽക്കുന്നവരാണ്. ഈ കുഞ്ഞുങ്ങൾ പിറന്നു വീണപ്പോൾ അതിനെ ഞെക്കിക്കൊല്ലുവാൻ ആഗ്രഹിക്കുന്ന 100 മില്യൺ ആളുകളാണ് ചുറ്റും നിൽക്കുന്നത്. പക്ഷേ ആ കരങ്ങൾ കൊണ്ട് ഈ പിറന്നു വീണ യഹൂദനെ കൊന്നുകളയുവാൻ അനുവദിക്കാതെ ദൈവം എന്ത് ചെയ്തു? സൂതികർമ്മികൾ എന്ന് പറയുന്ന പോലെ ഈ അമേരിക്ക എന്ന് പറയുന്ന വൻ രാജ്യത്തെ ദൈവം മിലിറ്ററി വൈസിലും എക്കണോമിക്കലിയും ബലപ്പെടുത്തി അവരാണ് ഇവർക്ക് പ്രൊട്ടക്ഷൻ കൊടുത്തത്. അമേരിക്ക ഇല്ലെങ്കിൽ ഇസ്രയേൽ കാണത്തില്ലേ? അറബികൾ അതുകൊണ്ടാണ് ചെറിയ സാത്താനാണ് ഇസ്രയേല്, വലിയ സാത്താൻ അമേരിക്കയാണെന്ന് പറയുന്നു. എന്നാൽ ഇവിടെ നമ്മുടെ ചിന്ത പോവുകയാണ്. അപ്പം there was a purpose for God. ബ്രിട്ടീഷുകാരെ കൊണ്ട് ദൈവം ഇസ്രയേലിന്റെ രാജ്യം സ്വതന്ത്രമാക്കി, ജർമ്മനിയെ കൊണ്ട് ദൈവം അവരെ ഓടിപ്പിച്ചു. അവിടെ വന്ന് 6.25 ലക്ഷം ജനങ്ങളെ അമേരിക്ക പ്രൊട്ടക്ട് ചെയ്തു. അമേരിക്ക പ്രൊട്ടക്ട് ചെയ്യാൻ നിങ്ങൾ ഓർക്കണം, ഇവര് പ്രൊട്ടക്ഷൻ രാജ്യമായതുകൊണ്ടാണ്. പ്രൊട്ടക്ഷൻസ് ആളുകളെ വേദപുസ്തകത്തിൽ വിശ്വസിക്കുന്നു. വേദപുസ്തകത്തിൽ വിശ്വസിക്കുന്നവരെ പ്രവചനത്തിൽ വിശ്വസിക്കുന്നു. പ്രവചനത്തിൽ വിശ്വസിക്കുന്നവർക്ക് ഇസ്രയേലിന്റെ പ്രാധാന്യത മനസ്സിലാകുന്നു. അപ്പോൾ ഇസ്രയേൽ രാഷ്ട്രം പ്രവചന നിവൃത്തിയാണെന്ന് പ്രൊട്ടക്ഷൻസിന് അറിയാം. നമ്മളൊന്ന് ചോദിച്ചോട്ടെ, വേറെ ഒരു രാജ്യത്തിലും ഇതുപോലുള്ള പ്രവചന പഠനമില്ലല്ലോ. വേറെ ഒരു രാജ്യവും ഇസ്രയേലിന് പ്രാധാന്യത കൊടുക്കുന്നില്ലല്ലോ. എന്താ കാരണം? അമേരിക്കയിലെ പ്രൊട്ടക്ഷൻസ് ആളുകൾ ഈ ഇസ്രയേലിന്റെ മടങ്ങിവരവും അവര് ദൈവത്തിന്റെ പ്രവൃത്തിയാണെന്നുള്ളതും വിശ്വസിക്കുന്നു. പ്രൊട്ടക്ഷൻസ് ആൻഡ് ദ ഓൺലി പ്രൊട്ടസ്റ്റന്റ് നേഷൻ ഇൻ ദ വേൾഡ്. എന്നാൽ ഈ അമേരിക്ക ഈ വിധത്തിൽ ഇസ്രയേലുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതിന് പല കാരണങ്ങളുള്ളതിൽ മറ്റൊരു കാരണം ഞാൻ പറയാം. ലോകത്തിലെ ഏതാണ്ട് 13 ലക്ഷം യഹൂദന്മാരെ ആകെയുള്ളൂ. 1.3 മില്യൺ, അത്രയേ ഉള്ളൂ. ഇതിൽ 60 ലക്ഷം ഇസ്രയേലിലുണ്ട്. ഇപ്പൊ 60-70 ഇതിന്റെ പകുതി എവിടെ കിടക്കുക? അമേരിക്ക കിടക്കുക. ഓൾമോസ്റ്റ് ഹാഫ് ഓഫ് ജൂയിഷ് പീപ്പിൾ ആർ ഇൻ ഇസ്രയേൽ, സോറി അമേരിക്ക. പിന്നെ ലോകത്തിൽ ചിതറിക്കിടക്കുന്നത് കുറച്ചുപേരേ ഉള്ളൂ. ഒരു കാര്യം ഓർക്കണം, അമേരിക്കയുടെ രാഷ്ട്രീയ ഗോളത്തിലെ ലോബി ചെയ്യുന്ന വലിയൊരു ശക്തിയാണ് ജൂയിഷ് ലോബി. ജൂയിഷ് ലോബി നിങ്ങൾ കാനഡയൊക്കെ ഉള്ളവർക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യൂറോപ്പ് ശക്തിപ്പെടുമ്പോൾ നമ്മൾ ഓർക്കണം,
ചൈനയും ഇന്ത്യയും കഴിഞ്ഞാൽ നോക്കുക, ജനസംഖ്യയിൽ ഏറ്റവും കൂടുതൽ നിൽക്കുന്ന രാജ്യം ഇപ്പോൾ ഏതാണെന്നറിയാമോ? യൂറോപ്യൻ യൂണിയനാ. 370 മില്യനായി. നോക്കുക, ചൈനയും ഇന്ത്യയും കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള പ്രദേശമാണ് യൂറോപ്പ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മിഡിൽ ക്ലാസ് ആളുകൾ ജീവിക്കുന്ന സ്ഥലമാണ് ഏത്? യൂറോപ്പ്. യൂറോപ്പ് ശക്തിപ്പെടുമ്പോൾ നമ്മൾ നമ്മുടെ കണ്ണു തുറന്നു കാണണം, അമേരിക്ക ബലഹീനമാകാൻ തുടങ്ങുകയാണ്. ഞാൻ വിശ്വസിക്കുന്നു അമേരിക്ക ഈ തകർന്ന് പട്ടിണിയൊന്നും ആകത്തില്ല. പക്ഷേ ലോക രാഷ്ട്രീയ മണ്ഡലത്തിൽ നിന്ന് അമേരിക്ക ബ്രിട്ടൻ പോലെ ഒരു സാധാരണ രാജ്യമാകും. നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിക്കുന്ന ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന്. സൂര്യനസ്തമിക്കാത്ത നാടെന്നാ ബ്രിട്ടനെ പറഞ്ഞിരുന്നത്. കാരണം ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഭൂഖണ്ഡങ്ങളിലും കോളനി സ്ഥാപിച്ചിരിക്കുക. അത്ര ശക്തന്മാരാണ്. ബ്രിട്ടീഷ് നേവി എന്ന് പറഞ്ഞാൽ അത്ര ശക്തമാണ്. പക്ഷെ ഇന്ന് ഏതാണ്ട് ഒരു നോർമൽ കൺട്രി പോലെയുള്ളൂ. അല്പം കൂടെ ശക്തി കാണും. 2 കാരണങ്ങളാ. സാമ്പത്തികമായും സൈനികമായും അവർ അത്രത്തോളം ഇല്ല. അവർക്ക് അമേരിക്കയുടെ കൂടെ നിൽപ്പാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് ഇന്ന് എപ്പോഴും അമേരിക്കയും ബ്രിട്ടീഷുകാരും. എന്നാൽ തിരിയാൻ പോകുക ബ്രിട്ടനും അമേരിക്കയും ആകുക. നമ്മൾ എസെക്കിയേൽ 38 വായിച്ചതുപോലെ. കാർമുകിൽ ഭീകരമായി വരും നേരം, കാർമുകിൽ ഭീകരമായി വരും നേരം, കാൺമതോ നിയമത്തിൻ വില്ലാണായതിൽ തീരുമെൻ ഭാരം, കാൺമതോ നിയമത്തിൻ വില്ലാണായതിൽ തീരുമെൻ ഭാരം. മഹിമയിടും പരമേശ പാഹി മാം യേശു മഹേശ.